ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പൊതുജനങ്ങൾ അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുവാനും ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക. ആദ്യത്തെ അറിയിപ്പ്, സംസ്ഥാന സർക്കാരിന്റെ കെ റൈസ് അഥവാ കെ അരി ഈ മാസം 12 മുതൽ സപ്ലൈകോ കേന്ദ്രങ്ങൾ വഴി വിതരണം ആരംഭിക്കുമെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ അറിയിച്ചു. ജയ അരി കിലോയ്ക്ക് 29 രൂപ നിരക്കിലും മട്ട അരിയും കുറുവ അരിയും കിലോയ്ക്ക് 30 രൂപ നിരക്കിലുമായിരിക്കും വിതരണം ചെയ്യുക. ഓരോ മേഖല തിരിച്ച് അവിടത്തുകാർക്ക് കൂടുതൽ താല്പര്യമുള്ള അരികളാകും വിതരണം ചെയ്യുക. തിരുവനന്തപുരത്ത് ജയ അരിയും കോട്ടയം എറണാകുളം മേഖലകളിൽ മട്ട അരിയും പാലക്കാട് കോഴിക്കോട് മേഖലകളിൽ കുറുവ അരിയുമായിരിക്കും വിതരണം ചെയ്യുക. ഒരു മാസം 5 കിലോയുടെ കെ റൈസ് പാക്കറ്റ് നൽകുമെന്നാണ് ഭക്ഷ്യമന്ത്രി മാധ്യമപ്രവർത്തകരോട് തിരുവനന്തപുരത്ത് വെച്ച് പറഞ്ഞിരിക്കുന്നത്. മറ്റൊരറിയിപ്പ്, സംസ്ഥാനത്തെ റേഷൻ വിതരണത്തിൽ തുടർച്ചയായി തടസ്സം നേരിടുന്നത് കണക്കിലെടുത്ത് മുൻഗണനാ വിഭാഗം റേഷൻ കാർഡുകളായ മഞ്ഞ പിങ്ക് കാർഡിലെ അംഗങ്ങൾക്ക് നടത്തി വന്നിരുന്ന മസ്റ്ററിംഗ് താൽക്കാലികമായി നിർത്തിവച്ചു. മാർച്ച് 10-ാം തീയതി വരെയാണ് KYC അപ്ഡേഷൻ മസ്റ്ററിംഗ് നിർത്തിവച്ചത്. നേരത്തെ മാർച്ച് മാസത്തിലെ റേഷൻ വിതരണത്തിനൊപ്പം മസ്റ്ററിംഗ് കൂടി റേഷൻ കടകളിൽ നടത്തുവാൻ തുടങ്ങിയതോടെ സർവർ തകരാറായി റേഷൻ വിതരണവും മസ്റ്ററിംഗും സ്തംഭിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. വർക്ക് ലോഡ് മൂലമാണ് സർവർ തകരാർ ആകുന്നതെന്ന് കണ്ടെത്തിയതോടെ റേഷൻ കടകളുടെ പ്രവർത്തനം 7 ജില്ലകളിൽ രാവിലെയും 7 ജില്ലകളിൽ ഉച്ചയ്ക്ക് ശേഷവുമായി പരിമിതപ്പെടുത്തി നോക്കിയിരുന്നു. എന്നിട്ടും സർവർ പണിമുടക്കുകയും റേഷൻ വിതരണവും മസ്റ്ററിംഗും സ്തംഭിക്കുകയും ചെയ്തതോടെയാണ് മസ്റ്ററിംഗ് നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകിയത്. അതിനുശേഷം റേഷൻ വിതരണം നടക്കുന്നുണ്ട്. 10-ാം തീയതിക്ക് ശേഷം തകരാർ പരിഹരിച്ച് മസ്റ്ററിംഗ് തുടരുമെന്നും ഭക്ഷ്യമന്ത്രി അറിയിച്ചു. സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ മാർച്ച് 15, 16, 17 തീയതികളിൽ റേഷൻ വിതരണം ഉണ്ടാകില്ലെന്നും ഭക്ഷ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. ആ ദിവസങ്ങളിൽ പൂർണ്ണമായും റേഷൻ കാർഡ് മസ്റ്ററിംഗിനായി നീക്കിവെക്കുന്നതിന് വേണ്ടിയാണ് ഇത്. കഴിയുന്ന ഇടങ്ങളിൽ റേഷൻ കടകൾ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രത്തിന് സമീപത്തെ പൊതു ഇടത്ത് വെച്ച്, അതായത് സ്കൂൾ, വായനശാല, അംഗനവാടി, ക്യാമ്പുകൾ പോലുള്ള ഇടങ്ങളിൽ റേഷൻ കാർഡ് KYC അപ്ഡേഷൻ നടത്തുവാനും ശ്രമമുണ്ട്. മാർച്ച് 7 വ്യാഴാഴ്ച ഒരു വിഭാഗം റേഷൻ വ്യാപാരികൾ സംസ്ഥാനത്ത് റേഷൻ കടകൾ അടച്ച് സമരം ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ മാർച്ച് 8 വെള്ളിയാഴ്ച ശിവരാത്രി പ്രമാണിച്ച് റേഷൻ കടകൾക്ക് അവധിയായിരിക്കും. മറ്റൊരറിയിപ്പ് എല്ലാ വാഹന ഉടമകൾക്കുമുള്ളതാണ്. എല്ലാ വാഹന ഉടമകളും അവരവരുടെ ആധാറുമായി ബന്ധിപ്പിച്ച ഫോൺ നമ്പറും ആധാറിലേതുപോലെ പേരും വാഹൻ സോഫ്റ്റ്വെയറിലെ ഡീറ്റെയിൽസിനോട് കൂടി നിർബന്ധമായും അപ്ഡേറ്റ് ചെയ്യണമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിരിക്കുന്നു. പേരും ഫോൺ നമ്പറും ആധാറിലേതുപോലെ ആക്കിയാല് വാഹന സംബന്ധമായ ഏതൊരു സർവീസിനും ടാക്സ് അടക്കുവാനായാലും ട്രാഫിക് ലംഘന ക്യാമറ ഫൈനുകൾ അടക്കുവാനായാലും സാധിക്കുകയുള്ളൂ എന്നും MVD അറിയിച്ചു. അടുത്തതായി, കനത്ത ചൂടുകൊണ്ട് പൊരുതിമുട്ടുന്ന ജനങ്ങൾക്ക് വൈദ്യുതി നിരക്ക് ഉയർത്തി ഷോക്ക് നൽകുവാൻ ഒരുങ്ങുകയാണ് KSEB. സംസ്ഥാനത്തെ വൈദ്യുതി നിരക്കിൽ വർധന വരുത്തുവാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് KSEB റെഗുലേറ്ററി കമ്മീഷനെ സമീപിച്ചു. വൈദ്യുതി വാങ്ങിയ 68 കോടി രൂപ പിരിഞ്ഞു കിട്ടാത്തതിനാൽ നിലവിലുള്ള സർചാർജിന് പുറമെ വൈദ്യുതി യൂണിറ്റിന് 14 പൈസ കൂടി സർചാർജായി ഈടാക്കുവാൻ അനുവദിക്കണമെന്നാണ് KSEBയുടെ ആവശ്യം. ഇതനുവദിച്ചാൽ വൈദ്യുതി യൂണിറ്റിന് 33 പൈസ കൂടും. സർക്കാരിന്റെ അഭിപ്രായം കൂടി കേട്ട ശേഷമായിരിക്കും റെഗുലേറ്ററി കമ്മീഷൻ അന്തിമ തീരുമാനം കൈക്കൊള്ളുക. കടുത്ത ചൂടിൽ വൈദ്യുതി ഉപയോഗം ഗണ്യമായി വർദ്ധിച്ച ഈ അവസരത്തിൽ സർചാർജ് കൂടി വർദ്ധിപ്പിച്ചാൽ വൈദ്യുതി ബിൽ സാധാരണക്കാരെ പൊള്ളിക്കുമെന്നാണ് ചൂണ്ടിക്കാട്ടുന്നത്. പ്രതിമാസം 100 യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കുന്നവർക്ക് 33 രൂപയുടെ വർധനവാണ് ഉണ്ടാവുക. തിരഞ്ഞെടുപ്പ് കഴിയും വരെ വർധന നടപ്പാക്കില്ല എന്ന സൂചനയും വരുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻസുകൾ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക.